ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ അഭിരാമി സുരേഷിൻ്റെ പോസ്റ്റ് ഞാൻ കാണുന്നത്. ആൾ ഇന്നലെ ഇട്ട പോസ്റ്റിൽ വളരെയധികം വളരെയധികം സങ്കടം ഉണ്ടാക്കി. കാരണം അമൃത സുരേഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബാല ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ അല്ലെങ്കിൽ നമ്മുടെ അഭിരാമി ഇട്ട ഈ പോസ്റ്റിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത്. അതിനടിയിലെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ഇനഫ് ഈസ് ഇനഫ്, സ്റ്റോപ്പ് ഹേർട്ടിങ് മൈ സിസ്റ്റർ anyways, I hate you, I hate you, I hate you, let her live, hope you are happy now. അപ്പോൾ ഇത് ബാലയെക്കുറിച്ചാണ് അടിയിൽ പറയുന്നത്. അതായത് ബാല ഇനിയെങ്കിലും നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ബാലയ്ക്കെതിരെയുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അഭിരാമി ഹോസ്പിറ്റലിൽ അമൃത ആയ ശേഷം ഇങ്ങനൊരു പോസ്റ്റ് ഇടണമെങ്കിൽ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം അവർ വേദനിച്ചിട്ടുണ്ടാവും എന്ന്. സ്വന്തം ചേച്ചി ഹോസ്പിറ്റലിലായി കിടക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. അവരത്രയും ഇനിയും നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ചാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. എന്തിനാണ് ബാല ഇങ്ങനെയൊക്കെ കാണിക്കണതെന്നോ, അതായത് ഇത്രയും ഇഷ്യൂസ് കഴിഞ്ഞ അവസാനവും ബാലയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഇനി ഒന്നിനും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒക്കെ വന്നതാണ് അവസാനമായിട്ട്. പക്ഷെ എന്നിട്ടും എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തിനാണ് ബാല എല്ലാവിടെയും പോയിട്ട് സ്വന്തം മകളെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? എൻ്റെ മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതായത് നല്ല കാര്യം എന്നുള്ള രീതിയിൽ, ഒരു അച്ഛൻ്റെ രോദനം എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്കിടയിലേക്ക് ഇങ്ങനൊരു സംഭവം എത്തിക്കാൻ നോക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട്. പക്ഷേ ഇത് ആ ഒരു മോളെ എത്രത്തോളം ആയിട്ടാണ് അവരുടെ ഫാമിലീനെ ബാധിക്കുന്നതെന്നുള്ളത് ബാല മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാണ് ഒരു മനുഷ്യൻ ഇത് പണ്ടേ നിർത്തിയിട്ട് പോകേണ്ടതായിരുന്നില്ലേ? ഒരു ഡിവോഴ്സും കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എൻ്റെ മോളെ കാണാൻ വിടാറില്ല, എൻ്റെ മോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അമൃത സുരേഷ് ഇന്നലെയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണല്ലോ അഭിരാമി ഇട്ടേക്കുന്നത്. അപ്പോൾ നെഞ്ചുവേദനയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചിട്ടാണ് നമ്മുടെ അമൃത ഹോസ്പിറ്റലൈസ്ഡ് ആയത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. കൺഫേം അല്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സുഖമായിട്ട് അമൃത തിരിച്ചു വരട്ടെ. അതായത് അമൃത ഇനി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇവരുടെ ഈ ഒരു ഇഷ്യൂസിലും കാര്യങ്ങളൊന്നും തളരാതെ നല്ല രീതിയിൽ അമൃതയ്ക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാരണം അമൃത ഒരു സെൻസിറ്റീവായൊരു ആളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇനി അവരവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വിടുക. ഈ കമൻ്റ് ഇടുന്നവരാണെങ്കിലും സൈബർ അറ്റാക്ക് ഒന്നും ചെയ്യാതെ അവരവരെ ലൈഫിൽ അവർ ജീവിക്കട്ടെ. അപ്പോൾ അമൃത എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിലേക്ക് ഇനി ആരും കടന്നു പോകാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാരണം അവരുടെ ഒരു ലൈഫ് ജീവിക്കട്ടെ, ഇനി അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നാലേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.